കാലത്ത് ഒരു 9 മണിയായിട്ടുണ്ട്. 9 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ നീച്ചത്. ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോവാണ്. അപ്പൊ ലാസ്റ്റ് എനിക്ക് കുറച്ച് പർച്ചേസുകൾ ഉണ്ട്, പാക്കിംഗ് ഉണ്ട്. ചടപടയുള്ള പാക്കിംഗ് ആണ്, കുറച്ച് തിരക്കായി പോയി. അതുകൊണ്ടിട്ട് എത്രത്തോളം ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം കുറച്ച് തിരക്കിലാണ്. എന്നാലും ഞാൻ പറ്റണം അത്ര ഡോക്യുമെന്റ് ചെയ്യട്ടെ ഇന്നത്തെ ദിവസം. യാത്ര തിരിക്കണേക്കാട്ടി മുന്നേ വീട്ടിൽ പോയിട്ട് അമ്മമ്മയുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. എനിക്ക് കുന്നംകുളത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ ചന്ദനത്തിരിയൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. അപ്പം അങ്ങനെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് പർച്ചേസുകൾ ഉണ്ടായിരുന്നു കേട്ടാ. ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. അപ്പം എനിക്ക് എന്തായാലും കായംകുളം വരെ വന്നിട്ട് അവിടുത്തെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. ആകെയുള്ളൊരു ദിവസമുണ്ട്. 2 വലിയ പെട്ടി ഫുള്ള് പാക്ക് ചെയ്യാനുണ്ട് കേട്ടാ. കുഞ്ഞാപ്പീനെ കണ്ടില്ലേ? ഞങ്ങളെ കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന സന്തോഷമാണ് ഈ കാണിക്കണതൊക്കെ. വേറൊരു സാധനം എനിക്ക് അത്യാവശ്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടത് കാച്ചിയ എണ്ണയാണ് കേട്ടാ. ചെമ്പരത്തി ചെടിയുമ്പോൾ പൂവുണ്ടാവുമ്പോൾ അമ്മ പൊട്ടിച്ച് വെച്ചിട്ട് ഉണക്കി വെച്ചേക്കണതിന്റെ പൊടിയാണ് കേട്ടോ അത്. ഇന്ന് കാലത്ത് ആദ്യം തന്നെ ഇതിന്റെ പരിപാടിയാണ്. കാരണം എണ്ണ കാച്ചി എണ്ണ ചൂടാറി കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വേണ്ട എനിക്ക് കൊണ്ടുപോകാൻ. അപ്പം അതുകൊണ്ടിട്ട് ഇതന്നെ ആദ്യത്തെ പണി. ഇവർക്കൊക്കെ ഞാൻ പോവാന്ന് മനസ്സിലായിട്ടാ തോന്നുന്നു. ഭയങ്കര കൊഞ്ചലും പരാതി പറയലും ഒക്കെ ആയിരുന്നു കേട്ടാ. അടുക്കളപ്പണിയും ഏഷ്ണി പറച്ചിലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അമ്മയുടെ ഒപ്പം നിന്നിട്ട് വേഗം തന്നെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടാ. കാരണം ലാസ്റ്റ് റൗണ്ട് ഷോപ്പിംഗ് ഇനിയാണ് ബാക്കി കിടക്കണത്. ഇത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ വന്നാലാണ് ഇതിന്റെ പെട്ടി ഫൈനലായിട്ട് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. അപ്പൊ ഒരു ഓട്ടമായിരുന്നു. ചായക്ക് കടിയായിട്ട് ചക്ക ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടി വാഴയില പറിക്കാൻ പോവാണ് കേട്ടോ ഞാൻ. കുറേ പ്രയത്നങ്ങൾക്കൊടുവില് കുറച്ച് നല്ല ഇല കിട്ടി. അമ്മ അട വേവിക്കണ നേരം കൊണ്ടിട്ട് വേഗം ഞാൻ കുറച്ച് ചോറുണ്ട് കൂട്ടാ. സാധാരണ ഇങ്ങനെ പോണ ദിവസം എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടേന്നൊന്നും അങ്ങനെ ഇറങ്ങാത്തതാ. പക്ഷെ ഇന്നിപ്പോൾ അവിയലുള്ളത് കാരണം കുറച്ച് ചോറുണ്ടിട്ട് വേഗം ഞാൻ കിടന്നുറങ്ങിയിട്ടാ. കാരണം ഞാൻ ടെൻഷൻ അടിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ചുറ്റുമുള്ളവരുടെ എല്ലാവരുടെയും ഞാൻ ടെൻഷൻ അടിപ്പിക്കും. അടയും ചായയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് പോണല്ലോ എന്നുള്ള റിയാലിറ്റി ഇന്ന് ഹിറ്റ് ചെയ്തത്. പിന്നെ ആകെ പ്രാന്ത് പിടിച്ച പോലെ ഇരുന്നു കേട്ടാ. അമ്മോട് കുറച്ച് പഴംപൊരി കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതും കൂടെ കഴിച്ചിട്ടും എന്റെ വെപ്രാളം മാറുന്നുണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ ഇവിടെ നിന്നോ. ചിറിച്ചോ 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 ചിറിക്കൂ ചിറിക്കൂ. നോക്കൂ, നിങ്ങൾ ക്യാമറയിലേക്ക് നോക്കൂ. തംസപ്പിന് അത്ര ഇതില്ലല്ലോ. അമ്മയുടെ തംസപ്പിന് ഒരു ഉഷാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ കളിയാക്കണതൊക്കെ തന്നെ ഉള്ളൂ കേട്ടാ. എൻ്റെ മനസ്സിലും വലിയ ഉഷാറൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി. പുലർച്ചെ 3:45 എൻ്റെ ഫ്ലൈറ്റ്. അതിൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റെ മുഖത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ആദ്യത്തെ ലേ ഓവർ ദോഹയിലായിരുന്നു.
ദോഹയിലെ എയർപോർട്ടിന്റെ ചന്തൊക്കെ കണ്ടു വന്നപ്പോഴേക്കും 3 മണിക്കൂർ എന്ന് പറയണത് ഷഠേന്ന് പോയിട്ടാ. എല്ലാവരും ഫ്ലൈറ്റിൽ കയറി കുത്തിരുന്നപ്പോഴാണ് അവർ പറയണത് ATCയുടെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല എന്നിട്ടാ. പിന്നെ ആകെ കൂടെ ഒരു വിശ്വാസം കറക്റ്റ് സമയത്തിന് ഫുഡൊക്കെ തരുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ പേരൊന്നും കണ്ടുപിടിക്കാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. എന്തായാലും ഒരു ട്രേ ഫുഡ് മൊത്തത്തിൽ കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടാ. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിച്ച് ഒരു നല്ല ഉറക്കം കൂടി പാസ്സായപ്പോഴേക്കും എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാ. പിന്നെ എനിക്ക് കടമ്പകൾ ഒരുപാടുണ്ടായിരുന്നു. സാധാരണ 2 മണിക്കൂറിലെ ട്രാവൽ തീരണം ഞാൻ ഇന്നിപ്പം 3-4 മണിക്കൂറൊന്നായിട്ടും വീടെത്തിയിട്ടില്ല കേട്ടാ. കഴിഞ്ഞ ആഴ്ച ഇവിടെ 40 ഡിഗ്രിയൊക്കെയാണ് പറഞ്ഞത് കേട്ടാ. അത് കാരണം ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തില്ല. ഇന്നാണെങ്കിലോ മഴയും കാറ്റും ഒടുക്കത്തെ തണുപ്പും. കുന്നും മലയും പുഴയും കടലും ഒക്കെ താണ്ടിയിട്ട് ഞാൻ വീടിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റേഷനിൽ എത്തിയിട്ടാ. പെട്ടികളൊക്കെ വീട്ടിൽ തട്ടിയിട്ട് അത്യാവശ്യം വാങ്ങേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പെട്ടി ഇന്ന് തന്നെ അൺബോക്സ് ചെയ്തു കിട്ടാ. അത് വീഡിയോ ആയിട്ട് എടുക്കാനുള്ള ക്ഷമയൊന്നും ഒക്കെ ഉണ്ടായിരുന്നില്ല, അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം കിടന്നുറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്.